ഫിഫ ലോകകപ്പിന്റെ വിസിൽ മുഴങ്ങും മുമ്പ് തന്നെ ഇറാൻ ടീം ഒരു കടുത്ത പോരാട്ടത്തിന്റെ നടുവിലായിരുന്നു. മത്സരത്തിന് ഇറങ്ങും മുമ്പ് കളിക്കളത്തിന് പുറത്തുള്ളൊരു പോരാട്ടമാണ് ഇറാന് ആദ്യം ജയിക്കേണ്ടി വന്നത്. ലോകകപ്പിന് യോഗ്യത നേടിയ ആദ്യ ടീമുകളിൽ ഒന്നായിരുന്നു ഇറാൻ. ഏഷ്യൻ ക്വാളിഫയേഴ്സിൽ ഗ്രൂപ്പ് എ വിന്നേഴ്സായാണ് 2025 മാർച്ചിൽ അവർ യോഗ്യത നേടിയത്. എന്നാൽ കളിക്കളത്തിന് പുറത്തുള്ളൊരു പ്രതിസന്ധിയാണ് ടീമിനെ ഇപ്പോൾ വേട്ടയാടുന്നത്. ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ആക്രമണവും രാഷ്ട്രീയ സംഘർഷങ്ങളും ലോകകപ്പിലേക്ക് നീണ്ടതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ടൂർണമെന്റ് തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് അമേരിക്ക ഇറാൻ ടീമിന് വിസ അനുവദിച്ചത്. ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥർക്കും സപ്പോർട്ടിംഗ് സ്റ്റാഫിനും വിസ നിഷേധിക്കപ്പെട്ടു. വിസ ലഭിച്ചിട്ടും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. കടുത്ത നിബന്ധനകളാണ് അമേരിക്ക മുന്നോട്ട് വച്ചത്. മത്സര ദിവസങ്ങളിൽ മാത്രം അമേരിക്കൻ മണ്ണിൽ പ്രവേശിക്കാം. മത്സരം കഴിഞ്ഞാൽ ഉടൻ രാജ്യം വിടണം. അതായത് മറ്റു ടീമുകളെ പോലെ മത്സരവേദിക്ക് അടുത്ത് തങ്ങി പരിശീലിക്കാനോ അന്തരീക്ഷവുമായി പൊരുത്തപ്പെടാനോ ഇറാൻ അവസരമില്ല. അത്തരമൊരു നിബന്ധന മറ്റേതെങ്കിലും ടീമിന് ബാധകമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കളിക്കളത്തിന് പുറത്തെ രാഷ്ട്രീയ സംഘർഷം ലോകകപ്പ് പോലുള്ളൊരു വേദിയിലും ഇറാനെ പിന്തുടരുന്നുവെന്ന വിമർശനവും ശക്തമാണ്. ഇറാൻ ഇതിനെ രാഷ്ട്രീയ ഇടപെടലാണെന്നും കായിക രംഗത്തോടുള്ള അനീതിയാണെന്നും ആരോപിക്കുന്നു. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലെ സുരക്ഷാ കാരണങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യം അരിസോണയിലെ ടുസോണിൽ പരിശീലന ക്യാമ്പ് ഒരുക്കാനായിരുന്നു ഇറാന്റെ പദ്ധതി. എന്നാൽ സാഹചര്യങ്ങൾ മാറിയതോടെ ക്യാമ്പ് മെക്സിക്കോയിലെ ടിയുവാനയിലേക്ക് മാറ്റേണ്ടി വന്നു. ലോകകപ്പ് തുടങ്ങാൻ വെറും 5 ദിവസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇറാൻ ടീമിന് പരിശീലന ക്യാമ്പിൽ എത്താൻ പോലും ആയത്. ഇറാൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ജിയിലെ 3-ൽ 2 ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്കും ടീം മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. മറ്റു ടീമുകൾക്ക് മത്സരത്തിന്റെ തയ്യാറെടുപ്പിന് ലഭിക്കുന്ന സമയവും സൗകര്യവും വിസ നിശ്ചിതത്വവും നീണ്ട യാത്രകളും കാരണം ഇറാന് ലഭിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. ഇതിനിടയിൽ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരുപക്ഷെ USA-യും ഇറാനും രണ്ടാമതായി ഫിനിഷ് ചെയ്താൽ ജൂലൈ 3-ന് ഡല്ലാസ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന റൗണ്ട് ഓഫ് 32 നോക്കൌട്ട് മത്സരത്തിൽ ഇരുവരും നേർക്കുനേർ ഏറ്റുമുട്ടും. യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടുന്ന അമേരിക്കയും ഇറാനും ഫുട്ബോൾ മൈതാനത്തും നേർക്കുനേർ വന്നാൽ ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും ആ കളിയിലായിരിക്കും. ഗോളുകൾക്കും വിജയങ്ങൾക്കും വേണ്ടിയാണ് ലോകകപ്പ് എന്നും ഓർമ്മിക്കപ്പെടേണ്ടത്. വിസകൾക്കോ അതിർത്തികൾക്കോ യുദ്ധങ്ങൾക്കോ വേണ്ടിയല്ല. അപ്പോഴും ബാക്കി നിൽക്കുന്ന ചോദ്യം ഒന്ന് മാത്രം: ഫുട്ബോൾ രാഷ്ട്രീയത്തിന്റെ വേദിയാകണോ അതോ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന കളിയായി തന്നെ തുടരണോ എന്ന്.